പ്രൈസ് ദി ലോർഡ്. കർത്താവിൻ്റെ ധന്യ തിരുനാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഞാൻ ക്രിസ്തുവിൽ സ്നേഹിക്കുന്ന എല്ലാ ദൈവമക്കൾക്കും ഒന്നാം മാസത്തിൻ്റെ 31-ാമത്തെ പ്രഭാത വന്ദനം കൂടെ അറിയിക്കുന്നു. ഈ മാസത്തിൻ്റെ ഒടുവിലത്തെ പ്രഭാതം കാണുവാനും സർവശക്തനായ ദൈവം നമ്മെ കണ്ണിനെ കണ്ണുനീരിൽ നിന്നും കാലിനെ വീഴ്ചയിൽ നിന്നും പ്രാണനെ മരണത്തിൽ നിന്നും വിടുവിച്ച് നല്ല നാഥനെ ഇന്ന് പ്രഭാതം ഒരിക്കൽ കൂടെ ലോകമെമ്പാടുമായിരുന്നു കൊണ്ട് സ്തുതിപ്പാനും മഹത്വപ്പെടുത്തുവാനും ദൈവം തന്ന വിലയേറിയ ഭാഗ്യത്തിനായി സ്തോത്രം ചെയ്യുന്നു. ലോകമെമ്പാടുമായിരുന്നു കൊണ്ട് ഈ പ്രഭാതവും വചന സന്ദേശം ശ്രമിക്കുന്ന എല്ലാ ദൈവദാസന്മാർക്കും ദൈവദാസിമാർക്കും വാത്സല്യ കുഞ്ഞുങ്ങൾക്കും എൻ്റെ ഹൃദയത്തിൻ്റെ ആഴമേറിയ സ്നേഹത്തെയും വന്ദനത്തെയും നന്ദിയും ഒപ്പം പ്രാർത്ഥനയും അറിയിക്കുന്നു. പ്രാർത്ഥനയോടുകൂടെ ഈ പ്രഭാതവും വചന സന്ദേശത്തിലേക്ക് നമുക്ക് പ്രവേശിക്കാം. 112-ാം സങ്കീർത്തനക്കാരൻ പാടുന്നു, യഹോവയെ സ്തുതിപ്പിൻ, യഹോവയെ ഭയപ്പെട്ട് അവൻ്റെ കൽപ്പനകളിൽ ഏറ്റവും ഇഷ്ടപ്പെടുന്ന മനുഷ്യൻ ഭാഗ്യവാൻ. ദൈവത്തെ ഭയപ്പെടുകയും അവൻ്റെ കൽപ്പനകളെ ഇഷ്ടപ്പെടുകയും ചെയ്യുന്ന വ്യക്തികൾക്കുണ്ടാകുന്ന അനുഗ്രഹങ്ങളെ കുറിച്ചാണ് ഈ 112-ാം സങ്കീർത്തനത്തിൽ പറഞ്ഞിരിക്കുന്നത്. ഒന്നാമതായി ഭക്തന്റെ കുടുംബവും മക്കളും അനുഗ്രഹിക്കപ്പെട്ടിരിക്കും. തുടർന്ന് അങ്ങനെയുള്ള ഭവനത്തിനകത്തുണ്ടാകുന്ന ശ്രേഷ്ഠതകളെ കുറിച്ചും പറഞ്ഞിരിക്കുന്നു. അതോടൊപ്പം വ്യക്തി ജീവിതത്തിലും സാമൂഹ്യ ബന്ധങ്ങളിലും ഉണ്ടാകുന്ന അനുഗ്രഹങ്ങളെ കുറിച്ചും വർണ്ണിച്ചിരിക്കുന്നു. ഇതിനെല്ലാം പ്രധാന കാരണം അവർ ദൈവത്തെ ഭയപ്പെടുന്നവരും വചനം പ്രമാണിക്കുന്നവരും ദൈവത്തെ സ്നേഹിക്കുന്നവരും ആണെന്നുള്ളതാണ് സത്യം. ഒരുവൻ കർത്താവിനെ സ്നേഹിക്കുന്നു എങ്കിൽ അവൻ്റെ വചനങ്ങളെ കാത്തുകൊള്ളുമെന്ന് പറഞ്ഞിരിക്കുന്നു. തങ്ങൾ അനുഭവിച്ച കഷ്ടതകളും പ്രയാസങ്ങളും മക്കൾ അനുഭവിക്കരുത് എന്നുള്ള ചിന്തയാണ് ഏത് മാതാപിതാക്കൾക്കുമുള്ളത്. അതിനുവേണ്ടി തങ്ങളാളാകും വിധം മക്കൾക്ക് മെച്ചമായ വിദ്യാഭ്യാസവും ജീവിത സൗകര്യങ്ങളും കൊടുക്കുവാൻ അവർ പരിശ്രമിക്കുന്നു. കൂടാതെ മക്കൾക്ക് വേണ്ടി സാമ്പത്തികമായി കരുതുകയും ചെയ്യുന്നു. അങ്ങനെ തന്നെ കരുതുകയും വേണം. എന്നാൽ മക്കൾക്കായി ലൗകികവും ഭൗതികവുമായ കാര്യങ്ങൾ മാത്രം കരുതിയാൽ പോരാ, അവരുടെ ആത്മീയ ജീവിതത്തിനായി കരുതിയില്ല എങ്കിൽ അത് ഏറ്റവും വലിയ അപകടമാണ്. തലമുറകൾ ദൈവഭയമുള്ളവരായി ജീവിക്കണം എങ്കിൽ മാതാപിതാക്കന്മാർ ദൈവത്തെ അറിയുന്നവരും ദൈവത്തെ സ്നേഹിക്കുന്നവരും ദൈവിക പ്രമാണങ്ങളിൽ കൃത്യമായി പാലിക്കുന്നവരുമായിരിക്കണം. നാം ദൈവത്തിൻ്റെ കൃപയിൽ നിന്നില്ലെങ്കിൽ നിന്നെങ്കിൽ മാത്രമേ നമ്മുടെ തലമുറകളും ദൈവത്തെ അറിയുകയുള്ളൂ. അബ്രഹാം ദൈവത്തെ വളരെ സ്നേഹിക്കുകയും ഭയപ്പെടുകയും ദൈവം പറയുന്നത് കൃത്യമായി അനുസരിക്കുകയും ചെയ്തിരുന്നു. അതുകൊണ്ട് അവൻ്റെ സന്തതികളെയും ദൈവം അനുഗ്രഹിക്കുമെന്ന് പറഞ്ഞിരിക്കുന്നു. അബ്രഹാമിൻ്റെ സന്തതി മുഖാന്തരമാണ് ഇന്ന് ലോകം അനുഗ്രഹിക്കപ്പെട്ടിരിക്കുന്നത്. ലോകത്തിലെ കണ്ടുപിടുത്തങ്ങളിൽ 90% യഹൂദൻ്റെ സംഭാവനകളാണ്. എല്ലാറ്റിലും ഉപരിയായി അബ്രഹാമിൻ്റെ സന്തതിയായ യേശു ക്രിസ്തുവിൽ കൂടെയാണ് സകല ജാതികളും അനുഗ്രഹിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. ദൈവത്തെ ഭയപ്പെടുകയും സ്നേഹിക്കുകയും ചെയ്ത പൂർവ്വപിതാക്കന്മാരുടെ ജീവിതം ധന്യമായിരുന്നു എന്ന് മാത്രമല്ല, അവരുടെ സന്തതികളും അനുഗ്രഹിക്കപ്പെടുകയും ഐശ്വര്യവും സമ്പത്തും അവരുടെ ഭവനങ്ങളിൽ ഉണ്ടാകുകയും ചെയ്തിരുന്നു. സത്യദൈവത്തെ അറിയുകയും യഥാർത്ഥമായി ദൈവത്തെ പിൻപറ്റുകയും ചെയ്തവർ ലോകത്തിൽ ഒരു ന്യൂനപക്ഷം മാത്രമേ ഉള്ളൂ. ബഹുഭൂരിപക്ഷവും സത്യദൈവത്തെ അറിയാത്തവരും രക്ഷിക്കപ്പെടാത്തവരുമാണ്. അതുകൊണ്ട് ദൈവത്തെ അറിയാത്തവരുടെ കുടുംബങ്ങളെല്ലാം തകർന്നതാണെന്ന് നമുക്ക് പറയുവാൻ കഴിയുകയില്ല. എല്ലാ മനുഷ്യരുടെയും സൃഷ്ടാവ് ദൈവമാകയാൽ എല്ലാവർക്കും വേണ്ടുന്ന എല്ലാ നന്മകളും ദൈവം ഓരോ ദിനവും കൊടുത്തുകൊണ്ടിരിക്കുന്നു. എല്ലാ മക്കളും സ്തോത്രം ഹല്ലേലൂയ എല്ലാ നന്മകളും പ്രാപിച്ചിട്ടും അവർ ദൈവത്തിങ്കിലേക്ക് തിരിയുകയോ യേശുക്രിസ്തുവിൽ കൂടെയുള്ള രക്ഷ കണ്ടെത്തുകയോ ചെയ്യുന്നില്ലെങ്കിൽ അവർക്കായി ഒരു ന്യായവിധി ദൈവം ഒരുക്കിയിട്ടുണ്ട്. ആകയാൽ പ്രധാന മനുഷ്യരുടെ കുടുംബവും സന്തതികളും ഈ ഭൂമിയിൽ മെച്ചമായി ജീവിക്കുന്നുണ്ട്. ആമേൻ. ദൈവത്തെ അനുസരിക്കുന്നവർ, അനുഗ്രഹിക്കുന്നവർ, ആരാധിക്കുന്നവർ മെച്ചമായ ജീവിത സൗകര്യങ്ങൾ പ്രാപിച്ച് ഈ ഭൂമിയിൽ സന്തോഷത്തോടെ സമാധാനത്തോടുകൂടി ജീവിക്കുന്നു എന്നതിന് തർക്കമൊന്നുമില്ല. എന്നാൽ ദൈവത്തെ അറിയാതെയും ദുഷ്ടത പ്രവർത്തിക്കുകയും ചെയ്യുന്ന വ്യക്തികളുടെയും കുടുംബങ്ങളെയും ദൈവം നശിപ്പിച്ചു കളയുക തന്നെ ചെയ്യും.
ദുഷ്ടന്റെ ഉയർച്ചയും അവൻ്റെ സന്തതിയുടെ നിലവാരങ്ങളും വളരെ ഉയർന്നതാണെങ്കിലും ക്ഷണത്തിൽ ദൈവം അവരെ മുടിച്ചു കളയും എന്നും കൂടെ ദൈവവചനം പറയുന്നു. ദൈവത്തെ അറിഞ്ഞതിന് ശേഷം ദൈവത്തിൻ്റെ പ്രമാണങ്ങളിൽ നിന്ന് വ്യതിചലിച്ച് ലോക സ്നേഹം അവൻ ഉള്ളിൽ കയറി ജഡീകരായി തീർന്നവരുടെ ജീവിതത്തെക്കുറിച്ചും അവരുടെ സന്തതികളുടെ തകർച്ചകളെക്കുറിച്ചും കൂടെ നാം ദൈവവചനത്തിൽ നിന്നും ആമേ ശ്രദ്ധിക്കേണ്ടതാണ്. അയ്യോ പാപമുള്ള ജാതി, അകൃത്യം ചുമക്കുന്ന ജനം, ദുഷ്പ്രവൃത്തിക്കാരുടെ സന്തതി, വഷളായി നടക്കുന്ന മക്കൾ, അവർ യഹോവയെ ഉപേക്ഷിച്ചു ഇസ്രായേലിന്റെ പരിശുദ്ധനെ നിരസിച്ച് പുറകോട്ട് മാറിക്കളഞ്ഞിരിക്കുന്നു. ദൈവത്തെ ഭയപ്പെട്ട് അവൻ്റെ കൽപ്പനകളിൽ ഏറ്റവും ഇഷ്ടപ്പെടുന്ന വ്യക്തികളുടെ കുടുംബവും തലമുറകളും അനുഗ്രഹിക്കപ്പെടുന്നതും ദൈവത്തെ സ്നേഹിക്കാത്തവൻ്റെ തലമുറകളുടെ തകർച്ചയും നാം വിശുദ്ധ വേദപുസ്തകത്തിൽ നിന്നും സ്തോത്രം നാം തിരിച്ചറിയുകയും അത് മനസ്സിലാക്കുകയും ചെയ്യണം. അത് ഭയത്തോടുകൂടെ നാം ദൈവസേനയെ പിന്നെയും നാം ദൈവത്തെ ആരാധിപ്പാൻ അതിന് ഒരു കാരണമായി തീരും. തൻ്റെ മരണം വരെയും ദൈവത്തിൻ്റെ വിശ്വസ്ത പ്രവാചകനായിരുന്നു ശമൂവേൽ. അബ്രഹാം കഴിഞ്ഞാൽ ഇസ്രായേൽ മക്കൾ അന്നും ഇന്നും ഏറ്റവും കൂടുതൽ ബഹുമാനിക്കുന്നത് മോശയാണ്. ദൈവത്തെ മുഖാമുഖമായി കണ്ട ഏക വ്യക്തിയും മോശ തന്നെയാണ്. എന്നാൽ എന്തുകൊണ്ടാണ് ദൈവകൃപയിൽ നിലനിൽക്കുന്നവരുടെയും പ്രശസ്തരായവരുടെയും ഇന്നും തലമുറകൾ നശിക്കുന്നത്? ഒന്നാമതായി രക്ഷ വ്യക്തിപരമാണ്. മാതാപിതാക്കളുടെ ദൈവത്തെ പിന്തുടരുവാൻ ആഗ്രഹമില്ലാതെ ജീവിക്കുന്നവർ ഒരിക്കലും അനുഗ്രഹം പ്രാപിക്കുകയുമില്ല. ദൈവം ആരെയും നിർബന്ധിച്ച് നന്നാക്കുന്നില്ല. നന്നാകാൻ മനസ്സുള്ളവരെ അവിടുന്ന് അനുഗ്രഹിക്കുന്നു. എന്നാൽ സ്വന്തം കുടുംബത്തിൻ്റെ കാര്യം വേണ്ടതുപോലെ ശ്രദ്ധിക്കുന്നില്ല. മക്കൾ സ്വയം നന്നായിക്കൊള്ളും എന്നൊക്കെ ചിന്തിക്കുന്നവർ സ്വന്തം കുടുംബത്തെ ശ്രദ്ധിക്കാതെ പോയാൽ അവർ രക്ഷിക്കപ്പെടുമെന്നും അനുഗ്രഹിക്കപ്പെടുമെന്നും ചിന്തിക്കുന്നത് സ്തോത്രം വെറുതെയായിരിക്കും. നാം നമ്മുടെ കുടുംബത്തെ ശ്രദ്ധിച്ചും നമ്മുടെ തലമുറകളെ ശ്രദ്ധിച്ചും ദേശത്തിൽ നാം സുവിശേഷം അറിയിക്കുമ്പോൾ അത് നമ്മുടെ കുടുംബത്തിലും ദേശത്തിനും വലിയ അനുഗ്രഹത്തിനും സാക്ഷ്യങ്ങൾക്കും വിടുതലിനും കാരണമായി തീരും. ആകയാൽ ഈ പ്രഭാതം നാം ഭയത്തോടെ ഭക്തിയോടെ ദൈവസന്നിധിയിൽ നാം നിലനിൽക്കുവാൻ, ദൈവത്തിൻ്റെ കൽപ്പനകളെ കാത്തുകൊണ്ട് നിലനിൽക്കുവാൻ ദൈവകരങ്ങൾ നമുക്ക് ഏൽപ്പിച്ചു കൊടുക്കാം. ദൈവത്താലുള്ള അനുഗ്രഹങ്ങളെ പ്രാപിക്കാം. നമ്മുടെ കണ്ണുകളെ ദിവസത്തിനടയ്ക്കാം, പ്രാർത്ഥിക്കാം. പരിശുദ്ധ പിതാവേ, സ്നേഹവാനായ ഞങ്ങളുടെ നല്ല ദൈവമേ, അനുഗ്രഹം പ്രശാന്തമായ നല്ല പ്രഭാതത്തിനായി നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ സ്തോത്രം ചെയ്യുന്ന കർത്താവേ, യഹോവയെ സ്തുതിപ്പിൻ. യഹോവയെ ഭയപ്പെട്ടവൻ്റെ കൽപ്പനകളിൽ ഏറ്റവും ഇഷ്ടപ്പെടുന്ന മനുഷ്യൻ ഭാഗ്യവാൻ എന്ന് കർത്താവേ സങ്കീർത്തനക്കാരൻ പാടുന്നത് പോലെ ഈ പ്രഭാതം ഞങ്ങളും ഭാഗ്യവാന്മാരുടെ പട്ടികയിൽ എണ്ണുവാൻ തക്കവണ്ണം ദൈവത്തിന് ദയതോന്നിയതിനായി സ്തോത്രം ചെയ്യുന്നു. ഈ ശബ്ദം ശ്രവിക്കുന്ന എല്ലാ ദൈവകുഞ്ഞുങ്ങളെ, ദൈവദാസന്മാർ, അവരുടെ കുടുംബങ്ങൾ, തലമുറകളെല്ലാം ദൈവത്താൽ അനുഗ്രഹിക്കപ്പെടുവാൻ, അവർ ഭാഗ്യവാന്മാരായി തീരുവാൻ പരിശുദ്ധാത്മാവ് സഹായിക്കണം. ഈ പ്രഭാതം കർത്താവെ, രോഗബലഹീനതയിലായിരിക്കുന്നവരുണ്ട് കർത്താവെ, എത്രയോ ഉന്നതന്മാർ, ശ്രേഷ്ഠന്മാർ കർത്താവെ ഈ ലോകത്തുനിന്ന് ഞൊടി നേരം കൊണ്ട് കർത്താവെ ആത്മഹത്യ ചെയ്ത് ലോകത്തുനിന്ന് മാറ്റപ്പെടുമ്പോൾ എൻ്റെ സ്വർഗത്തിലെ ദൈവമേ, അങ്ങയുടെ സമാധാനവും സന്തോഷവും ഭാഗ്യവാന്മാരുടെ പട്ടികയിൽ എണ്ണുവാൻ തക്കവണ്ണം കർത്താവെ സ്തോത്രം, ഞങ്ങളെ വേർതിരിച്ചതിനായി നന്ദി പറയുന്നു കർത്താവെ. ഈ ശബ്ദം ശ്രവിക്കുന്ന എല്ലാവരെയും നിറഞ്ഞ ഹൃദയത്തോടെ ഈ പ്രഭാതം അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. ആത്മീയ ഭൗതിക നന്മകൾ നൽകി മാനിക്കണം, ആദരിക്കണം, അനുഗ്രഹിക്കണം. എല്ലാവിധമായ നന്മകളാൽ നിറയ്ക്കണം. മഹത്വം അങ്ങെടുക്കണം യേശുവിൻ്റെ നാമത്തിൽ. കൃപയോടെ പ്രാർത്ഥന കേൾക്കണമേ സ്വർഗീയ നല്ല പിതാവേ. ആമേൻ, ആമേൻ. താങ്ക് യു. ഗോഡ് ബ്ലെസ് യു. ദൈവം എല്ലാവരെയും ഈ പ്രഭാതം ധാരാളമായി അനുഗ്രഹിക്കട്ടെ. താങ്ക് യു.